ഹലോ. അപ്പോൾ ഞാൻ വിനോദാണ്. ഞാൻ പ്രവീണാണ്. ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ നിർമ്മിതി പാർക്കിൽ എല്ലാ കൊല്ലത്തെയും പോലെ അല്ലേ? അതെ, ഇവിടെ വീണ്ടും നിർമ്മിതി പാർക്കിൽ ആഘോഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലം വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ സ്ഥലമാണ്. ഇതും ചുറ്റിനും വലിയ കാടാണ്. ഈ കാടിന് നടുക്ക് പോണത് ഒരു റിസോർട്ടാണിത്, നിർമ്മിത് പാർക്ക്. കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ട് അല്ലേ? അപ്പോൾ ഇതാണ് നല്ല ശുദ്ധജലം ഒഴുകുന്ന നല്ല അരുവികളൊക്കെ ഉള്ള ഒരു സൂപ്പർ കളകളമിളകുന്ന അരുവിയിൽ ഒരു പുളകം അതുപോലത്തെ പുളകിതയായ ഒരു ഇതുണ്ട്. ഇത്രയും നല്ല അരുവിയൊക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മുടെ നിർമ്മിത് പാർക്ക്. ഇപ്രാവശ്യം ഞങ്ങൾ ഓണം ഇവിടെ ആഘോഷിക്കുകയാണ്. അപ്പം കണ്ടോളൂ കുട്ടികൾ കണ്ടോളൂ. നല്ല അതെ, തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ പാലം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് കാണാം ഓണപ്പരിപാടികൾ. ഞങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് പരിപാടികളെന്ന്. തിരിക്കാം ഒരു വണ്ടികളവിടെ പോവും. വിനോദേ, താങ്കളൊക്കെ ഇറക്കിയില്ലേ? ഇത് മെയിൻ ഡൈനിങ് ഹാള്, ചെറിയ ഹാളുകൾ. അതെ, ഇതാണ് പാച്ചപ്പൻ. ഞങ്ങളുടെ മെമ്പേഴ്സിനെയൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ കൈകയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇവിടെയാണ്. മിക്കവാറും എല്ലാവരും ഇല്ല, കുറച്ച് പേര്. നല്ല ബഹളം കേൾക്കണില്ലേ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ കൂടുതലുള്ള രാഷ്ട്രീയക്കാരുടെ, ഇത് രാഷ്ട്രീയമാണ്. നമ്മളിവിടെ പാലക്കാട്, അതെ, നമ്മുടെ പാലക്കാട് രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നത്. അതെ, ഇത് പൂക്കളെല്ലാം വേണ്ടി പോവാണ്. അതില്ല, ഇവിടുത്തെ മെയിൻ ബ്ലോഗറാണ്. അയ്യോ, ശ്രുതി കേൾക്കണ്ട. അടുത്ത പൂക്കാരി പോകണം. ഓഹോ, ഇതാണ് പരിപാടി. ഒന്നുമില്ല കേസ്, മൈൻഡ് ചെയ്യണ്ട, എന്നെ ഭീഷണിപ്പെടുത്തുക. ഡോണ്ട് മൈൻഡ്. അയ്യോ, ഇപ്പോഴാണ് ഓൺ ചെയ്തത്. ഭഗവാനെ, ഞാൻ എത്ര ഓണം നേരത്തെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, റെക്കോർഡിംഗ് അല്ലായിരുന്നു തോന്നുന്നു. റെഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ഇപ്പം ഉണ്ടല്ലോ. ഒന്നുകൂടെ. ഹലോ, ഹാപ്പി ഓണം. നമ്മുടെ ആക്ടേഴ്സാണ്. അത് ഹാപ്പി ഓണം. ഓ, പറ്റിപ്പോയാനപ്പോ. അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി തുടങ്ങി. ഇത് വേറെ ഒന്നുമല്ല, ഒരു ഫോട്ടോഗ്രാഫി സെഷനാണ്. നിരത്തി നിർത്തും, പലരുടെ ഫോട്ടോ എടുക്കും. ഇതിലൊരു ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ പാൻറ്റാണ് ഇട്ടിരിക്കുന്നത് ഗൈസ്, പാൻറ്റ്. ക്ഷണനേരത്തിനുള്ള ഇവർ എന്നെ ഒഴിവാക്കും, എനിക്കറിയാം. എന്നാലും 1-2 ഫോട്ടോ ആണ് എടുക്കട്ടെന്ന് കരുതി. ഇത് കഴിയുമ്പോൾ കണ്ട മുണ്ട് പിടിക്കാൻ പറഞ്ഞു. അയച്ചി കണ്ട മുണ്ടെടുക്കാത്ത ഞാൻ ഒഴിഞ്ഞു മാറുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് പതുക്കെ ഞാനങ്ങ് മാറുകയാണ്. അല്ലെങ്കിൽ ഒരു ഓടായിട്ട് തോന്നൂല്ലേ? എല്ലാവർക്കും മുണ്ടെടുത്തെടുക്കുമ്പോൾ ഞാൻ മാത്രം മുണ്ടില്ലാണ്ട് പാൻറ്റ് ഇട്ട് വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ഫോട്ടോഗ്രാഫിൽ നിന്ന് മാറുകയാണ്.
ബാക്കി നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മിടുക്കികളും മിടുക്കന്മാരും പൂക്കളം ഇട്ട് തുടങ്ങി അത് ഏകദേശം തീർത്തു. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ്, വളരെ സ്മാർട്ടാണ് നമ്മുടെ കായിക ഫ്രണ്ട്സ്. നല്ല കലാകാരന്മാരുണ്ട്, കലാകാരികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് വരയ്ക്കും, ഇടും. അങ്ങനെ ഒരു സമയമൊന്നും എടുക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ എടുത്ത് നടന്നിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് എത്ര പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ കഴിഞ്ഞു. അത്ര വലിയ സംഭവമല്ല, എന്നാൽ പോലും ഇതുണ്ടാക്കാൻ ഒരുപാട് ടൈമൊന്നും അവർ എടുത്തിട്ടില്ല. പൂക്കളം ഇടാനുണ്ട്. ഓക്കെ, ഇനിയുള്ള അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഈ പൂക്കളത്തിന് ചുറ്റോടുള്ള ഫോട്ടോഗ്രാഫി ആയിരിക്കും. അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. മിക്കവാറും എനിക്കൊന്ന് 1 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഉച്ചയോട് കഴിക്കാൻ മിനിമം 2-2.5 ആവും. നമുക്ക് ഫോട്ടോഗ്രാഫി പരിപാടികളൊക്കെ കാണാം, നല്ല രസമുണ്ടാവും. കണ്ട ഏത് മൂഡ്, പൂക്കള മൂഡ് തുടങ്ങി. ഇത് വെറുതെ എടുക്കണമെന്നല്ല, ഇതിൻ്റെ പേരിലൊരു റീലുകളുണ്ടാവും. 2 ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നീ നിൽക്കുന്ന അതിലേ ഉണ്ടാക്കും, അടുത്തത് അപ്പുറത്ത് ഒരു ശ്രുതി ഉണ്ടാക്കും. ഇവർ രണ്ടുപേരെയും റീൽസിനുള്ള കണ്ട ഏത് മൂഡ് ചോദിച്ചാൽ അദ്വയാണ്, ഇപ്പുറത്ത് നിൽക്കുന്ന അതുല്യാണ്, ഷൂട്ട് ചെയ്യണ വിനോദനാണ്. അപ്പോൾ ഇത് അതുല്യയുടെ റീലായിരിക്കും, നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സദ്യകൾ തുടങ്ങി, കുട്ടികളൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ഫോട്ടോ എടുത്ത് തുടങ്ങും. നമ്മുടെ ഒരു DSLR ഉണ്ട് നമ്മുടെ അടുത്ത്, അത് വെച്ച് കുറേ ഫോട്ടോ എടുത്തു. വീഡിയോസ് ഇപ്പോഴും എടുക്കാൻ തുടങ്ങി, പെണ്ണുങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പം നിങ്ങൾക്ക് സദ്യയുടെ കുറച്ച് സീൻസ് കാണാം. ഓക്കെ, ഇതൊക്കെയാണല്ലോ ഓരോ ഓർമ്മകൾ. ഇപ്പോൾ അടുത്ത് കൊല്ലാകുമ്പോൾ ഇതൊക്കെ കാണാറുണ്ട്. 10 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സദ്യയുടെ സീനുകൾ കാണാം. ഞാൻ വെറുതെ എടുക്കണം, വ്ലോഗ് പോലെ ഞങ്ങൾ പറഞ്ഞത്
അപ്പോൾ ഗൈസ് നമുക്ക് സദ്യയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം ഇതിപ്പോൾ കൈയിട്ട് വാരി തീർന്നെങ്കിലും നമുക്കൊന്ന് വിശാലമായിട്ടൊന്ന് ഊണ് കഴിക്കണം. ഇപ്പം അത് പായസം കഴിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം കുറച്ച് ഗെയിംസും പരിപാടിയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം, അല്ലെങ്കിൽ ബോറടിക്കും. ഓൾറെഡി 12-13 മിനിറ്റ് പോയി സാധനം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ.